ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രൊമോ കണ്ടപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് കാണാനായിട്ടിരുന്നത്. ശരിക്കും വല്ലാത്തൊരു വധമായിട്ടുള്ള ഒരു എപ്പിസോഡായി പോയി. ശരിക്കും ബോറടിച്ച് ചത്തു. എന്തൊരു എപ്പിസോഡായിരുന്നു ഇത് എന്ന് ചോദിച്ചാൽ അറിയില്ല. കുറെ പാട്ട്, കുറെ കഥാപ്രസംഗം. ശരിക്കും എപ്പോഴും പാട്ടിനും കഥാപ്രസംഗത്തിനും എല്ലാത്തിനും ഉള്ള സ്റ്റോറി ഒന്ന് തന്നെയാണ്. അതായത് ഇതിനു മുമ്പ് നമ്മളെ ഭിന്നി ഭിന്നി കുത്തിത്തിരിപ്പിന്റെ അങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതാണ്ട് പറയുന്നതിന്റെ ഉള്ളടക്കം ഇത് തന്നെയാണ്. എല്ലാവരുടെയും നേരത്തെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറുകളെയൊക്കെ വെച്ചിട്ടാണ് കഥാപ്രസംഗമായാലും പാട്ടായാലും എല്ലാം ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബോറായിരുന്നു, കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതിനു മുമ്പ് വന്ന പല സീസണുകളിലും ഇതുപോലെയൊക്കെയുള്ള പാട്ടും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ അത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് വെറുപ്പീരായിരുന്നു. വെറുപ്പീരിന്റെ അങ്ങേയറ്റമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബോറടിച്ച് ചത്തു. അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്നിട്ട് പിണങ്ങിപ്പോയ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏഷ്യാനെറ്റിന്റെ പ്രൊമോ കണ്ട് നമ്മളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ സംഭവം നടന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ എവിക്ഷൻ നടക്കുന്ന സമയത്ത് ആദില ഔട്ടായി പോകുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു അനുമോളും നൂറയും ഒക്കെ കൂടി. കാരണം അവർ തന്നെ പറയുന്നുണ്ട് തലേ ദിവസം ഇതേക്കുറിച്ചിട്ടൊക്കെ അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ എന്തായാലും ആദില സേവ്ഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോളും അതുപോലെ തന്നെ നമ്മുടെ നൂറയും കൂടി ഓടി. ഇവര് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് ഇവരെ ഇങ്ങനെ ഈ ഒരു എവിക്ഷൻ നടത്തിയിരുന്നത്. അപ്പോൾ ഇവര് അകത്തിരുന്ന സ്ഥലത്ത് നിന്നും ഓടി ആദിലയുടെ അടുത്തേക്ക് പോയി ഹഗ് ചെയ്തു. അങ്ങനെ അവർ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. നേരെ തിരിച്ച് ലിവിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അത് കണ്ടപ്പോൾ ലാലേട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഇറങ്ങിപ്പോയത്? പെർമിഷൻ ഇല്ലാതെ എങ്ങോട്ടാണ് പോയത്? ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നൊക്കെ ചോദിച്ചിട്ട് അനുമോളെയും നൂറയ്ക്കും കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെ നൂറയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ പിന്നും അതിന് പറയാനൊരു അർത്ഥം ഉണ്ടായിരുന്നു. ശരിക്കും അനുമോൾ ഇറങ്ങി പോവേണ്ടിയിരുന്നില്ല എന്നേ പറയാനുള്ളൂ. ശരിക്കും അവിടെ എനിക്ക് ഫീൽ ചെയ്തത് അനുമോൾ കുറച്ച് ഓവറായോ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും ആ ഒരു ഇതിൽ ലാലേട്ടൻ പിണങ്ങി കയറി പൊക്കളഞ്ഞു. ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നില്ല. എന്താണ് കാര്യം എന്നൊക്കെ വെച്ചാൽ അത് ബിഗ് ബോസുമായിട്ട്, അതായത് എവിക്ഷനെ കുറിച്ചിട്ട് ഞാനും പോവുകയാണ്, ഇനി ബിഗ് ബോസ് പറയും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിണങ്ങി പോവുകയാണ് ചെയ്തത്. ശരിക്കും വളരെ വലിയ അച്ചടക്ക ലംഘനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അവിടെ നടക്കുമ്പോൾ ഓരോ വീക്കെൻഡിലും ലാലേട്ടൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പുല്ലുവില കൊടുക്കുന്ന രീതിയിലാണ് മത്സരാർത്ഥികളുടെ നോട്ടവും ഭാവവും സംസാരവും ഒക്കെ. അത് ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് നെവിനും ആര്യനും അവരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അനുമോളുടെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയ വീഴ്ചയാണ്. അനുമോളുടെ ആരാധകരൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് ലാലേട്ടൻ അനുമോളെ തന്നെ വഴക്ക് പറയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. ശരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പിന്നെ വഴക്ക് കൊടുക്കാണ്ടിരിക്കുന്നത് എങ്ങനെ? അദ്ദേഹം ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ നൂറയും അനുമോളും കൂടിയായിരുന്നു ആദിലയുടെ അടുത്തേക്ക് വന്നത്. ഓടി അങ്ങ് ഇറങ്ങി പോവുകയാണ് ഗാർഡൻ ഏരിയയിലേക്ക്. അവിടെ ചെന്നിട്ട് ഹഗ്ഗൊക്കെ കൊടുത്തു. അവരുടെ കെട്ടിപ്പിടുത്തവും ഉമ്മൊപ്പും കണ്ണീരൊക്കെ കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി വരികയാണ്. എന്തല്ലേ ഒരു അദ്ദേഹം ആ ഒരു ദിവസം അവിടെ വരുന്നത് കാണാനായിട്ട് മുമ്പൊക്കെയുള്ള സീസണുകളിലാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ കണ്ണും നട്ട് കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഒരു പ്രത്യേകതയും മത്സരാർത്ഥികളിൽ ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ അതാണ് അദ്ദേഹം പിണങ്ങി പോകാനുള്ള കാരണം. ഈ കാര്യത്തിൽ അനുമോളെ ഒരു പോയിന്റ് പോലും ന്യായീകരിക്കാനാവില്ല. നൂറയെ ന്യായീകരിച്ചാൽ പോലും അനുമോളെ ന്യായീകരിക്കാനേ കഴിയില്ല. ഇനി അനുമോളുടെ ഫാൻസുകാരൊക്കെ എന്ത് പറഞ്ഞാലും ശരി തന്നെ, ഇതിൽ 1% പോലും അനുമോള് അർഹിക്കുന്നില്ല. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീക്കെൻഡ് എപ്പിസോഡിൻ്റെ വിശദ വിവരങ്ങളുമായിട്ടൊക്കെ വരാം. ഒരുപാടുണ്ട് പറയാനായിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ.